നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയുമായുള്ള യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ഇറാൻ ഭരണകൂടത്തിൽ വൻ അഴിച്ചുപണി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആദ്യമായി രാജ്യത്തിന്റെ അധികാരം പുരോഹിതന്മാരിൽ നിന്നും സൈനിക ജനറലുകളുടെ കൈകളിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയുടെ മരണത്തിന് പിന്നാലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞു. അലി ഖമനേയുടെ പിൻഗാമിയായി അധികാരമേറ്റ മകൻ മുജ്തബ ഖമനേയി നിലവിലൊരു റബ്ബർ സ്റ്റാമ്പ് മാത്രമാണെന്നാണ് ആന്തരിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിലുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ ഇതുവരെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഓഡിയോ ലിങ്കുകൾ വഴിയും സഹായികൾ വഴിയുമാണ് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നത്. ജനറലുകൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമസാധുത നൽകുക എന്നതിലപ്പുറം ഭരണത്തിൽ അദ്ദേഹത്തിന് സ്വാധീനമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാജ്യത്തിന്റെ സുപ്രധാന തീരുമാനങ്ങൾ ഇപ്പോൾ കൈക്കൊള്ളുന്നത് IRGC കമാൻഡർമാരുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ സംഘമാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫുമാണ് നയതന്ത്ര മുഖങ്ങളായി രംഗത്തുള്ളതെങ്കിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കുന്നത് IRGC കമാൻഡർ അഹമ്മദ് വാഹിദിയാണെന്നാണ് റിപ്പോർട്ട്. തങ്ങൾ ദുർബലരാണെന്ന തോന്നൽ വാഷിംഗ്ടണിന് ഉണ്ടാകാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് സൈനിക നേതൃത്വം പുലർത്തുന്നത്. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾക്ക് വലിയ കാലതാമസം നേരിടുന്നുണ്ട്. ഒരു ചെറിയ മറുപടി നൽകാൻ പോലും 2-3 ദിവസമാണ് ഇറാൻ എടുക്കുന്നത്. വാഷിംഗ്ടൺ മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനങ്ങൾ അംഗീകരിക്കാൻ IRGC തയ്യാറാകാത്തതാണ് ചർച്ചകൾ നീണ്ടുപോകാൻ കാരണം. ആണവ പ്രശ്നം മാറ്റിവെച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെടുമ്പോൾ ആണവ വിഷയം ആദ്യം ചർച്ച ചെയ്യണമെന്ന് കടുത്ത നിലപാടിലാണ് അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന സന്ദേശമാണ് ഇറാൻ സൈനിക നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പ് സമ്മർദ്ദങ്ങൾക്കിടയിൽ നിൽക്കുന്ന ട്രംപിനും അയഞ്ഞ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ സൈനിക സ്വാധീനം നിലനിർത്തിക്കൊണ്ട് യുദ്ധത്തിൽ നിന്നും രാഷ്ട്രീയമായും സൈനികമായും കരുത്താർജിച്ച് പുറത്തുവരാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാനിൽ അധികാരം പുരോഹിതന്മാരിൽ നിന്നും സുരക്ഷാ വിഭാഗത്തിന്റെ കൈകളിലേക്ക് മാറിയത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും കാരണമായേക്കും. വിപ്ലവത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ സൈനികമായി പ്രതിരോധിക്കുക എന്നതാണ് ഗാർഡുകളുടെ ലക്ഷ്യം. യുദ്ധം നയിക്കുന്ന സൈനിക കൗൺസിലിനെ മറികടക്കാൻ പരമോന്നത നേതാവിന് പോലും സാധിക്കാത്ത സാഹചര്യം ഇറാന്റെ ഭാവി നയതന്ത്ര നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. എന്നാലും ഇറാൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രം അത് നേരത്തെ ആയത്തുള്ള അലി ഖമനേയുടെ കൈകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് വലംകൈ എന്ന രീതിയിൽ തന്നെയാണ് IRGC ഭരണം നടത്തിയിരുന്നത്. ഈ ഘട്ടത്തിൽ അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെടുകയും പകരം മകൻ മുജ്തബ ഖമനേയി അധികാരത്തിൽ വന്നെങ്കിലും മുജ്തബ ഖമനേയിക്ക് അയത്തുള്ള ഖമനേയെ പോലുള്ള അധികാരം ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല IRGC പൂർണ്ണമായും അർത്ഥത്തിൽ ഇറാന്റെ ഭരണ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്.